മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഉൾറോഡിന്റെ ജംഗ്ഷൻ വഴി പോകുന്നവർ മലിനജലം മൂലം അനുഭവിക്കുന്നത് വൻ ദുരിതം. സമീപത്തെ ഫ്ളാറ്റിൽ നിന്നുമാണ് പൊതുസ്ഥലത്തേക്ക് ടോയ്ലറ്റിൽ നിന്നുൾപ്പെടെയുള്ള മലിനജലം ഒഴുക്കിവിടുന്നത്. ദുർഗന്ധം കാരണം മൂക്കുപൊത്തിയാണ് യാത്രക്കാർ ഇതുവഴി കടന്നു പോകുന്നത്. പ്രദേശം വലിയ രീതിയിലുള്ള പകർച്ചവ്യാധി ഭീതിയിലാണ്. പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഉൾറോഡിന്റെ ജംഗ്ഷൻ വഴി കടന്നുപോകുന്ന നിരവധി പേർക്ക് ദൈനംദിന യാത്രയിലെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നും പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിടുന്ന മലിനജലം. ഈ ഫ്ളാറ്റിൽ നിന്നും പൊതുസ്ഥലത്തേക്ക് ടോയ്ലറ്റിൽ നിന്നുൾപ്പെടെയുള്ള മലിനജലമാണ് ഒരു നിയന്ത്രണവുമില്ലാതെ ഒഴുക്കിവിടുന്നത്. മലിനജലത്തിന്റെ ദുർഗന്ധം കാരണം യാത്രക്കാർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. മൂക്കുപൊത്തിയാണ് ഇതുവഴി ജനങ്ങൾ കടന്നുപോകുന്നത്. റോഡിലൂടെ കടന്നുപോകുന്ന വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാർ, വാഹനങ്ങളിൽ പോകുന്നവർ തുടങ്ങി നൂറുകണക്കിന് പേരാണ് ഇത് കാരണം ദുരിതം പേറുന്നത്. ഫ്ളാറ്റിൽ നിന്നും ഒഴുക്കിവിടുന്ന മലിനജലം ബസ് സ്റ്റാൻഡിന് സമീപമാണ് റോഡ് വഴി ഒഴുകിയെത്തുന്നത്. ഇത് ബസ് സ്റ്റാൻഡിലെത്തുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഫ്ളാറ്റിൽ നിന്നും ഇത്തരത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ മലിനജലം ഒഴുക്കിവിടുന്നത് വലിയ ആരോഗ്യ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. പ്രദേശം വലിയ രീതിയിലുള്ള പകർച്ചവ്യാധി ഭീതിയാണ് നേരിടുന്നത്. വിഷയത്തിൽ ഇടപെടേണ്ട ആരോഗ്യവകുപ്പ് ഇക്കാര്യം ശ്രദ്ധിക്കാത്തത് നാട്ടുകാരുടെ ഇടയിൽ നിരാശയ്ക്കും കടുത്ത പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. പുതുതായി നിയമിതരായ പഞ്ചായത്ത് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മഞ്ചേശ്വര ടൗണിലും റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തും ഒരുപാട് കച്ചറകൾ കൂട്ടി, അതുമാത്രവുമല്ല ടോയ്ലറ്റ് വെള്ളങ്ങളും റോഡിലേക്ക് ഇറക്കിയിട്ട് മൂക്ക് പൊത്തേണ്ട ഒരു സന്ദർഭം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തുകാർ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് ഹെൽത്ത് മേലധികാരികൾ ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നടപടി എടുക്കണം. നടപടി എടുക്കുന്നില്ലായിരുന്നു എങ്കിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യന്മാർക്കെല്ലാം രോഗം പിടിച്ചിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. ഒരുപാട് തിങ്ങിക്കൂടി കിടക്കുന്ന ജനങ്ങളാണ് അവിടെ. അതുകൊണ്ട് പോകാനും വരാനും പറ്റുന്നില്ല. ഈ ബിൽഡിങ്ങിൻ്റെ മുഴുവൻ കച്ചറയും ടോയ്ലറ്റ് വെള്ളവും എല്ലാം റോഡിലേക്ക് ഇറക്കിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് നടപടി എടുക്കുന്നില്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ ഇറങ്ങുക തന്നെ ചെയ്യും. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.